ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. സോ നമുക്കറിയാം എന്താണ് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അങ്ങ് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി കഷ്ടിച്ച് എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ? വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം, എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ വരാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ വീഡിയോ തുടങ്ങുന്നതിന് നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്? ഓൾ ഡ്രീംസ് ആർ വിത്തിൻ റീച്ച്. ഓൾ യു ഹാവ് ടു ഡു ഈസ് കീപ് മൂവിങ് ടുവേർഡ്സ് ദം. ഓക്കെ, വിയോള ഡേവിസ് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് വാക്കാണ്. വിയോള ഡേവിസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സിനിമാ നടിയാണ്. പുള്ളിക്കാരി പറഞ്ഞ വലിയൊരു കാര്യം എന്താണ്? ഡ്രീംസ് എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക എന്നാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമുക്ക് എന്താണ് സെറ്റ് എന്നാണ് നമ്മുടെ ഡ്രീം. അപ്പോൾ സെറ്റ് എന്ന ഡ്രീമിലേക്ക് അടുത്തുണ്ട്. നമ്മൾ കയ്യെത്തുന്ന ദൂരത്താണ് നമ്മുടെ സെറ്റ് എന്ന എക്സാമും അതിൻ്റെ റിസൾട്ടും ഒക്കെ. അത് നമ്മുടെ കയ്യെത്തുന്ന ആ ദൂരത്ത് നിന്നേക്ക് നമ്മൾ ജസ്റ്റ് അടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്കറിയാം സെറ്റിൻ്റെ കുറേ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് നമുക്കറിയാം? എന്താണ് 25 ആണ് ഇഷ്യൂ വന്നത്. പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് 28 ആയിരുന്നു. അതിന് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 10 വരെ എത്തിച്ചു. പിന്നെന്താണ് നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് 12 ആയിരുന്നു. ഇനി എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടോ അതൊക്കെ ചെയ്യാനുള്ള ഡേറ്റ് 11 തൊട്ട് 13 വരെ തന്നവർ. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നാണ് അവസാനിക്കുക, എന്താണ് ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് എന്നാണ് വരുന്നത് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതാണ്. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം? ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. എന്നാണ് 24/8/2025. അതായത് ഓഗസ്റ്റ് 24 നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അവർ ടെൻറ്റേറ്റീവ്ലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാറാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ അനുസരിച്ച് പഠിക്കുക കേട്ടോ. കാരണം നമ്മൾ മാറും അത് മാറൂല, വേണ്ട പഠിക്കണ്ട എന്ന് വിചാരിച്ച് ഒരിക്കലും പോകരുത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പക്കയായിട്ട് ആ ഒരു ഡേറ്റ് തന്നെയാണ് എക്സാം എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങണം. ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, ഈ ഡേറ്റ് ടെൻറ്റേറ്റീവ് അല്ലേ, ഇത് വരാൻ സാധ്യതയൊന്നുമില്ല. ഇതുവരെ നടന്ന ഒട്ടുമിക്ക എക്സാമിന് ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞ് നടത്തുന്ന ഡേറ്റുകളിലാണ് കൂടുതലും എക്സാം നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞുള്ള ഡേറ്റുകളിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, അല്ലെങ്കിൽ എത്രയും ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും സീരിയസ് ആയ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ? ടെൻറ്റേറ്റീവ് ഡേറ്റിൽ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, സോ ടെൻറ്റേറ്റീവ് ഡേറ്റ് മാറുമെന്ന് പ്രതീക്ഷ ഒരിക്കലും നിൽക്കരുത്. എന്താണ് എക്സാം ഡേറ്റ് എന്ന് മിക്കവാറും ഒട്ടുമിക്ക 90% ഷുവർ എന്താണെന്ന് വെച്ചാൽ 24/8 തന്നെ നടക്കാനാണ്. എന്ന് പറഞ്ഞാൽ മാറില്ല എന്നല്ല, മാറാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ മാറില്ല എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാൻ വേണ്ടത് നമുക്കിനി പറയാം. സോ ഇന്ന് നമുക്ക് ഏകദേശം എത്ര ദിവസമുണ്ട്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് 24 ഓഗസ്റ്റാണ് നമ്മുടെ ഡേറ്റ്. നോക്കി ഏകദേശം ഒരു 60 ദിവസമാണ് നമ്മുടെ കയ്യിൽ കഷ്ടിച്ചുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ 60 ദിവസം എത്ര പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഈ 60 ദിവസം എന്ന് പറയുമ്പോൾ 60 ദിവസം ഇല്ലേ എന്നാണ് ഒട്ടുമിക്ക ആൾക്കാർ ചിന്തിക്കുക. 6 യൂണിറ്റ് ഉണ്ട്. 6 യൂണിറ്റ് നല്ല ടഫ് യൂണിറ്റ്സ് ആണ് അല്ലേ? എന്തൊക്കെ പഠിക്കാനുണ്ട് സെറ്റ് മാത്സിനകത്ത്. ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ ഒരുപാട് ടോപ്പിക്സ് വരുന്ന യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ് തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ സെക്കൻഡ് യൂണിറ്റ് ആകുമ്പോൾ റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ് വന്നു. തേർഡ് യൂണിറ്റിൽ അബ്സ്ട്രാക്ട് ഓൾജിബ്ര പോലത്തെ ടോപ്പിക്സ് വന്നു. ഫോർത്ത് യൂണിറ്റ് ആയപ്പോൾ എന്ത് വന്നു അതിനകത്ത്? ഫോർത്ത് യൂണിറ്റ് ആയപ്പോൾ വന്നത് ലീനിയർ ഓൾജിബ്രയാണ്. ഫിഫ്ത്ത് യൂണിറ്റിലാണ് ഈ നമ്പർ തിയറിയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാലോ, വലിയൊരു യൂണിറ്റാണ്. പിന്നെ ലാസ്റ്റ് യൂണിറ്റായിട്ട് ടോപ്പോളജി വരുന്നുണ്ട്. എല്ലാം നല്ല ടഫ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന പരീക്ഷയിൽ എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കി ഈ 60 ദിവസം കൊണ്ട് പക്ക ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സെറ്റ് എക്സാം. ഓക്കെ, അപ്പോൾ 60 ദിവസം ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും എന്ത് ചെയ്യാൻ പാടില്ല? ഉഴപ്പാൻ പാടില്ല. അപ്പോൾ പക്കയായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ഇങ്ങനെ പഠിച്ച് വന്നാൽ നമുക്കത് ഏറ്റവും ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ 60 ദിവസം ഉള്ളൂ, 60 ദിവസം ഉള്ളൂ പോട്ടെ, നമുക്ക് 50 ദിവസം തൊട്ട് 50ാമത്തെ ദിവസം മതി, 50 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, 10 ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം എന്ന് നമ്മൾ വിചാരിച്ച ഒരു 10 ദിവസം നമ്മൾ റെസ്റ്റ് എടുത്താൽ എന്ത് പറ്റും? അടുത്ത 10 ദിവസം നമ്മൾ അത് തന്നെ വിചാരിക്കും, ഇനി 50 ദിവസമല്ലേ, 40 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, നമുക്കൊരു 10 ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ ഡിലേ ആയി പരീക്ഷയുടെ തലേന്നായിരിക്കും അയ്യോ ഇനി ഒരു ദിവസമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒരിക്കലും വരാൻ പാടില്ല കേട്ടോ. സോ ഇനി മറ്റൊരു കാര്യം എന്താണ്? നമുക്കൊരു സൂപ്പർ 80 ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാം. എന്താണ്? കറക്റ്റ് ഒരു 60 ദിവസം നമുക്ക് നമ്മുടെ ഉള്ളത് കറക്റ്റ് 60 ദിവസമാണ്. 6 യൂണിറ്റ് ഉണ്ട്. ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ നമുക്ക് റിവിഷൻ ഉൾപ്പെടെ നമുക്ക് ഫുള്ളും തീർക്കാൻ പറ്റും എന്നൊരു പക്കാ പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഒരു സൂപ്പർ പ്ലാനും ഒരു സൂപ്പർ എക്സിക്യൂഷനും ആയാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ക്രാക്ക് ചെയ്യാം. ഫുൾ സിലബസ് നമുക്ക് കവറും ചെയ്യാം. ഓക്കെ, ഫുൾ സിലബസും കവർ ചെയ്ത് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ഒരു സുഖം ഉണ്ടാവുമല്ലോ.
നമ്മുടെ സെറ്റ് എക്സാം, അത് ഒരുപാട് പേർ എത്ര തവണ എഴുതിയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വല്ലാത്തൊരു സുഖമാണ്. അപ്പോൾ ആ ഒരു സുഖം എന്ന രീതിയിൽ പക്കയായിട്ട് പഠിച്ചു പോയാൽ, ഒരു പ്ലാനോടെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സെറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ സെറ്റ് എക്സാം ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താണ് 60 ദിവസം നമ്മുടെ കയ്യിലുള്ളത്. ഈ 60 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ ടോപ്പിക്സും എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി കോർണർ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായ കാര്യമാണ് അല്ലേ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിയൽ അനാലിസിസ് എന്ന ടോപ്പിക് എടുത്താൽ തന്നെ വലിയൊരു സിലബസാണ്. നമുക്കറിയാം ഇത്രയും വരവുള്ളൂ എന്നൊക്കെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിലബസാണ് സെറ്റിൻ്റെ. അപ്പോൾ ഓരോ ടോപ്പിക്കും എടുത്ത് പഠിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ എന്ത് തരില്ല, നമ്മുടെ ടോപ്പിക്സ് തരില്ല. ഓക്കെ, അപ്പോൾ അവിടെയാണ് എന്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്, ഹോട്ട് ടോപ്പിക്സ് എന്നൊരു പോയിന്റിന് ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ എന്താണ് ഹോട്ട് ടോപ്പിക്സ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എക്സാമിന് റിപ്പീറ്റ് അടിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. അതിപ്പോൾ എല്ലാ വിഷയങ്ങളും ഉണ്ട്, മാത്സിൽ മാത്രമല്ല, ഫിസിക്സിലും കെമിസ്ട്രിയിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും കൊമേഴ്സ് ആയാലും എല്ലാ വിഷയത്തിലും ഓരോ ചില ടോപ്പിക്സിന് എന്തുണ്ടാകും, കുറച്ച് പ്രയോറിറ്റി കൂടുതലുണ്ടാകും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് കുറച്ച് ഇഷ്ടമുള്ള ടോപ്പിക് ആയിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് എവിടെ കാണാം, നമ്മുടെ സെറ്റ് എക്സാമിൽ കാണാം. അപ്പോൾ ഈ സെറ്റ് മാത്സ് എക്സാമിൽ അങ്ങനെ എന്തുണ്ട്, ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എവിടെ നിന്ന് കിട്ടും? PYQ റെഫർ ചെയ്താൽ കിട്ടും അല്ലേ. PYQ ആണ് ഈ ഹോട്ട് ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഏറ്റവും നല്ല ഒരു സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റത്തെ കുറേ വർഷത്തെ PYQ ക്വസ്റ്റ്യൻസ് ഓൾറെഡി അവിടെ ഉണ്ടാവും, LBSലുണ്ടാവും. ബട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് അതിലെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ പക്കയായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ് എന്ന് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ വെച്ച് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ സെറ്റ് ക്രാക്ക് ചെയ്യാനുള്ള പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. ഇപ്പോൾ കുറേ ടോപ്പിക്സ് ഔട്ട്ഡേറ്റഡ് ടോപ്പിക്സ് ഉണ്ടാവും, അതായത് പണ്ട് ചോദിച്ചിട്ട് ഇപ്പം ചോദിക്കാത്ത ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ദേ ആർ കൂൾ ടോപ്പിക്സ്. അതെന്താണ്, പണ്ട് സെറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തുണ്ടാവും, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എഴുതുക, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എവിടെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സെറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് 2017, 16, 17 ആ റേഞ്ചിൽ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ആ റേഞ്ചിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് അല്ലേ. കാരണം എന്താണ്, ഒരു +2 ലെവലിൽ ഏത് കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന നിസ്സാര ചോദ്യങ്ങളാണെന്ത്, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമൊക്കെ. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ഇനി ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു ട്രെൻഡ് ഒരു 2019 നിർത്തിയവർ കേട്ടോ. അത് കഴിഞ്ഞ് വന്നേക്കുന്നത് കുറച്ചുകൂടിയും കോംപ്ലക്സ് അനാലിസിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആണെന്ന് തോന്നുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അതായത് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചോദിക്കില്ല എന്നല്ല, ചോദിച്ചാൽ നമ്മുടെ ഭാഗ്യം, നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാം. ചോദിക്കില്ല എന്ന് പറയാൻ കാരണം അത് അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഈ സെറ്റ് എക്സാം എന്ന പരീക്ഷ അത്രയും ഭയങ്കര ആൾക്കാരെ വരുന്ന എല്ലാവർക്കും വാരിക്കൊരു മാർക്ക് കൊടുക്കുന്നൊരു പരീക്ഷയൊന്നുമല്ല. ലാസ്റ്റ് എക്സാമിൽ തന്നെ എന്താണ് 26% എന്തായിരുന്നു എൻ്റെ വിജയ ശതമാനം. അതായത് 2025 ജനുവരി തന്നെ ഏകദേശം 26% ആൾക്കാരാണ് പരീക്ഷ എഴുതിയ മൊത്തം ആൾക്കാരിൽ ജയിച്ചേക്കുന്നത് സെറ്റ് മാത്സ്. ഞാൻ അഗ്രഗേറ്റ് ആണ് പറഞ്ഞത്, പേപ്പർ 1 പേപ്പർ 2 ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ടഫായിട്ടുള്ളൊരു എക്സാം ഈസി ആയിട്ട് എല്ലാവരും ക്രാക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അവർ ഈസി ക്വസ്റ്റ്യൻസ് ഇടുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അത്രയും നന്നായി പഠിച്ചാൽ മാത്രമേ എന്ത് വരുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ആ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താണ്, ഓരോ ഹോട്ട് ടോപ്പിക്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഏതൊക്കെയാണ് നമ്മുടെ സെറ്റ് മാത്സ് വരുന്ന മെയിനായിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഹോട്ട് ടോപ്പിക്കാണ് എന്ത്, റെയ്മാൻ ഇൻ്റഗ്രൽ ആൻഡ് ലെബസ്ക്യൂ മെഷർ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ ഇരുന്ന് എങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഒരു ഫംഗ്ഷൻ തരും, അതിൻ്റെ ഓപ്ഷൻസ് പറയും എന്താണ്, ഇത് റെയ്മാൻ ഇൻ്റഗ്രലാണ്, ഇതിന് ലെബസ്ക്യൂ ഇൻ്റഗ്രൽ എത്രയാണ് വില എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. താഴെ ഇത് രണ്ടിൽ റെയ്മാനും ലെബസ്ക്യൂം ഇല്ല എന്ന് പറയും. മൂന്നാമത്തെ ഓപ്ഷനിൽ ഇതിൻ്റെ റെയ്മാൻ ഇൻ്റഗ്രൽ ഉണ്ട്, ലെബസ് ഇൻ്റഗ്രൽ ഇല്ല. നാലാമത്തെ റെയ്മാൻ അല്ല ലെബസ് ആണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ നേരെ ഒരു ഫംഗ്ഷൻ തന്നെ ലെബസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറയുക, അല്ലെങ്കിൽ റെയ്മാൻ ഇൻ്റഗ്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുക. അങ്ങനത്തെ ചോദ്യങ്ങളാണ് പൊതുവേ എവിടെ നിന്ന് ചോദിക്കാറ്. ഈ റെയ്മാൻ ഇൻ്റഗ്രൽ
ലെബസ് മെഷർ എന്ന ഈ ടോപ്പിക്സ് എന്നൊക്കെ ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് എന്ത്, റിയൽ അനാലിസിസിലെ റെയ്മൻ ഇൻ്റഗ്രേഷനും ലെബസ് മെഷറും. ഓക്കെ, സോ അടുത്തൊരു ടോപ്പിക്കാണ് എന്ത്, റേഡിയസ് ഓഫ് കൺവെർജൻസ്. അപ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് നമ്മൾ കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക, നമ്മൾ വിചാരിക്കുക എന്താണ് അത് റിയൽ അനാലിസിസ് റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണോ, കോംപ്ലക്സ് അനാലിസിസിലെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണോ? പക്ഷേ ഈ സെറ്റുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റിയൽ അനാലിസിസിലെ ഇതല്ല, കൺവെർജൻസ് അല്ല, മറിച്ച് കോംപ്ലക്സ് അനാലിസിസിലെ കൺവെർജൻ്റ് ആണ്. ഇത് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ്, കോംപ്ലക്സിൽ നിന്നാണ്. ഓക്കെ, കോംപ്ലക്സിൽ നിന്നാണ് കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത്. ഏത്, റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത് കോംപ്ലക്സ് അനാലിസിസ് ആണ്. റിയൽ അനാലിസിസ് ഇതുവരെ ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പൊതുവെ എന്താണ്, ഒരു Z⁻n വരുന്ന ഒരു കോംപ്ലക്സ് സീരീസ് വരും, സീക്വൻസ് സീരീസ് വരും. ആ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കാനാണ് പൊതുവെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, റേഡിയസ് ഓഫ് കൺവെർജൻസ്. ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എന്ത് ചെയ്യുന്നത്, റേഡിയസ് ഓഫ് കൺവെർജൻസ് ചെയ്യുന്നത്. എന്തിന് ലാസ്റ്റ് എക്സാമിൽ വരെ ചോദിച്ചു എന്തിന്ന് ഈ ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഏത് 2025 ജനുവരിയിലെ എക്സാമിന് വരെ റേഡിയസ് ഓഫ് കൺവെർജൻസ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷ പേപ്പറിലുണ്ടായിരുന്നു. ഓക്കെ, സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എന്ത്, റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്ത്, കാൽക്കുലസിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റിലെ എലമെന്ററി കാൽക്കുലസ് എന്ന മൊഡ്യൂളിൽ വരുന്ന മാക്സിമ മിനിമ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്. ഈ മാക്സിമ മിനിമ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചോദിക്കുന്ന 2 ടൈപ്പാണ്. ഒന്നെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നില്ല, ചിലപ്പോൾ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും, എക്സും വൈയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും, ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ആ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലെ വൈയുടെ മാക്സിമം വില എത്ര എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളാണ് എവിടെ നിന്ന് വരാറ്, കൂടുതൽ മാക്സിമ മിനിമ എന്ന ടോപ്പിക്കിൽ നിന്ന് വരാറ്. പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്, തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നിന്നിട്ട് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് 4 ഓപ്ഷൻ ഉണ്ടാവും. എന്താണ്, ഇന്ന ഒരു ഇന്റർവെലിൽ ഇൻക്രീസിങ് ആയിരിക്കും, ഇന്നൊരു ഇന്റർവെലിൽ ഡിക്രീസിങ് ആയിരിക്കും, ഇന്നൊരു ഇന്റർവെലിൽ എന്താണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും, ഇന്നൊരു ഇന്റർവെലിൽ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല എന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് എവിടെ നിന്ന് വരാറ്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ വരാറ്. ഇതൊക്കെ എവിടെ വരുന്ന ടോപ്പിക്സ് ആണ്, നമ്മുടെ എലമെന്ററി കാൽക്കുലസ് ഫസ്റ്റ് യൂണിറ്റിലെ എലമെന്ററി കാൽക്കുലസ് എന്ന മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഈ ടോപ്പിക്സ്. ഓക്കെ, സോ അടുത്ത ഒരു എന്താണ്, ഹിൽബർട്ട് സ്പേസ്. എന്താണ്, നമ്മുടെ 6th യൂണിറ്റിൽ വരുന്ന ടോപ്പോളജിയിൽ വരുന്ന എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്ത്, ഹിൽബർട്ട് സ്പേസ്. എന്താണ് ഹിൽബർട്ടിന്റെ സ്പേസ്, അതെന്താണ് നമ്മുടെ ടോപ്പോളജിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 2-3 പരീക്ഷകൾ കൊടുത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്തുണ്ടാവും ഹിൽബർട്ട് സ്പേസ് എന്ന് ഷുവർ ആയിട്ടുണ്ടാകും. അത് 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഹിൽബർട്ട് സ്പേസ്. ഇത്രയേ ഉള്ളൂ ശരിക്കും ഹോട്ട് ടോപ്പിക്സ്? ഒരിക്കലുമല്ല. എന്താണ്, ഇറ്റ് ഗോസ് ഓൺ. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇത്രയേ ഉള്ളൂ ഹോട്ട് ടോപ്പിക്സ്, ഇവിടെ തീർന്ന ഹോട്ട് ടോപ്പിക്സ് പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടം പോലെ ഹോട്ട് ടോപ്പിക്സ് എവിടെ ഉണ്ട്, നമ്മുടെ സെറ്റ് മാത്സിൽ ഓരോ യൂണിറ്റിൽ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാം എടുത്ത് പറയാമെന്ന് വെച്ചാൽ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ വേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും അധികം എന്തുണ്ട് ടോപ്പിക്സ് നമ്മുടെ സെറ്റ് മാത്സിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് കാര്യം, നമ്മുടെ സെറ്റ് മാത്സിലെ ഓരോ ഹോട്ട് ടോപ്പിക്സ്. ഈ ഹോട്ട് ടോപ്പിക്സ് ഒരു ക്വസ്റ്റ്യനിൽ മിനിമം ഷുവറാണ് നമ്മുടെ നെക്സ്റ്റ് സെറ്റ് എക്സാമിന്. ഓക്കെ, സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഫിക്സിങ് സം ടാർഗറ്റ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ വേണം. എന്താണ്, നമുക്ക് ഓരോ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി എന്താണ് നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു മൈനർ ലക്ഷ്യങ്ങൾ വെച്ചായിരിക്കും നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റുള്ള ലക്ഷ്യം വയ്ക്കാൻ എന്ത്, ഇത്ര ദിവസം കൊണ്ട് നമ്മൾ യൂണിറ്റ് 1 തീർക്കും. ആ യൂണിറ്റ് 1 അത്ര ദിവസം കൊണ്ട് തീർക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു റിവാർഡ് കിട്ടും. ആ റിവാർഡ് വെച്ച് നമ്മൾ അടുത്ത ടാർഗറ്റും അച്ചീവ് ചെയ്യണം. അതായത് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഇത്ര ദിവസം പഠിച്ച് തീർത്തു, അതിൻ്റെ റിവാർഡായിട്ട് നമ്മൾ അതിൻ്റെ എക്സാം എഴുതി നോക്കാണ്. ആ എക്സാമിന് നമുക്ക് നല്ല മാർക്ക് കിട്ടി, നമുക്ക് അവിടെ എന്ത് കിട്ടി, ആ യൂണിറ്റ് 1 പഠിച്ചു തീർന്നതിൻ്റെ ഒരു റിവാർഡ് കിട്ടി. ആ റിവാർഡ് കിട്ടിയാൽ ആ റിവാർഡ് നമുക്ക് തരുന്ന എനർജി കൊണ്ട് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കും. സെക്കൻഡ് യൂണിറ്റ് നമ്മൾ പഠിച്ചു തീർത്തു, എക്സാം എഴുതി, നമുക്ക് കിട്ടിയ ആ എനർജി വെച്ച് നമ്മൾ പഠിച്ചെഴുതി. അപ്പോൾ നമുക്ക് നന്നായി പഠിച്ച കാരണം നമുക്ക് അവിടെ നമ്മുടെ ആ എക്സാമിൽ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടി, നല്ലൊരു മാർക്ക് കിട്ടി. ആ മാർക്കിൽ നമുക്ക് എന്ത് തരും, നമുക്കൊരു എനർജി തരും. ആ എനർജി നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ് സോ ഗോസ് ഓൺ. അതെന്താണ്
ഓരോ യൂണിറ്റും നമുക്ക് തരുന്ന എനർജി നെക്സ്റ്റ് യൂണിറ്റ് പഠിക്കാനുള്ള ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓൾ റിവാർഡ്സ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു ന്യൂ എനർജി. ഓക്കെ, ഓരോ റിവാർഡ് നമുക്ക് തരുന്ന എനർജി ഒരു പുതിയ കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ, എന്നാലേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഒരു പ്ലാനോടെ നമ്മൾ പഠിച്ച് ഓരോ ടാർഗറ്റും ഫിക്സ് ചെയ്ത് പോയാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുമ്പോൾ പ്ലാൻഡ് സ്ട്രക്ചറായിട്ട് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്കിത് എത്ര ദിവസം ഉണ്ടാകുക, നമ്മൾ 60 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ 60 ഡേയ്സിൻ്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഓരോ പക്ക പ്ലാനോടെ ടാർഗറ്റോടെ നമ്മൾ പഠിച്ച് പോവുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെന്റർഷിപ്പും എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. അപ്പോൾ ഒപ്പം തന്നെ എന്താണ്, നമുക്ക് എല്ലാ വീക്കിലിയും ഒരു എക്സാംസും യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാം നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് CCയിൽ ചേരാം, നന്നായി പഠിക്കാം, നമുക്ക് ഒന്നിച്ച് സെറ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ എന്താണ്, നമുക്കൊരു സ്റ്റഡി പ്ലാൻ. ഇപ്പോൾ നമ്മുടെ CCയിൽ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ നോക്കി, നമ്മൾ 2 ദിവസം കൊണ്ട് തന്നെ യൂണിറ്റ് 1 മൊഡ്യൂൾ 1 തീർക്കാണ്. അപ്പോൾ അതനുസരിച്ച് അത്രയും ഇമ്പോർട്ടൻസ് കുറവുള്ള ഒരു ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് എന്ത്, യൂണിറ്റ് 1 എന്ന് പറയുന്നത് അല്ലേ. യൂണിറ്റ് 1 ഒരു മൊഡ്യൂൾ തന്നെ നമ്മൾ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നത്, 2 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഇപ്പോൾ പ്ലാൻ ചെയ്യാണ്. ഇപ്പോൾ നോക്കിയേ, ഫസ്റ്റ് യൂണിറ്റ് എന്താണ്, സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ, അതാണ് അതിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഈ തുടങ്ങുന്ന സെക്ഷൻസ് നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് തീർക്കുകയാണെന്ന് വെച്ചോ, പോളിനോമിയൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും 2 ദിവസം കൊണ്ട് തീർത്താൽ നമുക്ക് അത്രയും അഡ്വാൻറ്റേജ് കിട്ടും. കാരണം നമുക്ക് അടുത്ത യൂണിറ്റിന് നമുക്ക് അത്രയും ടൈം എക്സ്ട്രാ കിട്ടാണ്. ഓക്കെ, നമ്മൾ പഠിച്ച് +1 +2 പഠിച്ച ഒരു റീകോൾ വാല്യൂ മാത്രമുള്ള ഒരു സെക്ഷൻസ് ആണ് എന്ത്, സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ പോലത്തെ സാധനങ്ങൾ. എന്താണ്, നമ്മൾ +2 പഠിച്ചു, ഇപ്പോൾ ഡിഗ്രിയിൽ നമ്മൾ ഒരുപാട് എടുത്ത് പഠിച്ചു, PGയിൽ വന്നിട്ട് PGയിലും ഇടയ്ക്കിടയ്ക്ക് കയറി വന്നു. ഇതൊക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന ഓരോ ടോപ്പിക്കുകളാണ്. എന്ത്, സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ, ഓൺ 1 ഓൺ 2 അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ. ഒപ്പം അതിലിപ്പോൾ നമുക്ക് പോളിനോമിയൽസ് എന്നൊരു ടോപ്പിക് കൂടെ ഉണ്ട്. പോളിനോമിയൽസിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനും എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ പഠിച്ചു, നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചതാണ്. ഡിഗ്രിയിൽ പഠിച്ചു, കുറച്ച് സെക്ഷനിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്, സെക്കൻഡ് ഡിഗ്രി ക്വസ്റ്റൻ എങ്ങനെ സോൾവ് ചെയ്യാം, റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, പോളിനോമിയലിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണ് വരിക എന്നൊക്കെ നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് നമുക്ക് ഏകദേശം നമുക്ക് അറിയാവുന്ന ടോപ്പിക്സാണ്. ആ ടോപ്പിക്സ് നമ്മൾ ഒരുപാട് ഫോക്കസ് കൊടുക്കാതിരുന്നാൽ ഫോക്കസ് വേണ്ട ടോപ്പിക്സ് നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫോക്കസ് വേണ്ട ടോപ്പിക്സിന് നമുക്ക് പക്കയായിട്ട് ഫോക്കസ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് നമുക്ക് ഇമ്പോർട്ടൻസ് എടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനും കുറേ ഫോക്കസ് ചെയ്യണം. ഓക്കെ, സോ ഇനി എന്താണ്, അലോട്ടിങ് ഡേയ്സ് ഫോർ ഈച്ച് യൂണിറ്റ്സ്. ഓരോരോ യൂണിറ്റുകൾക്കും നമ്മൾ എത്ര ദിവസം വെച്ച് അലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ അലോട്ട് ചെയ്യണമെങ്കിൽ എന്തറിയണം, നമുക്ക് ഓരോ യൂണിറ്റിനും എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയണം അല്ലേ. എന്തറിയണം, വെയിറ്റേജ് ഓഫ് യൂണിറ്റ്സ്, എന്താണ്, ഓരോ യൂണിറ്റിനും എത്ര ചോദ്യങ്ങൾ ഇതൊരു ചോദിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം. ലാസ്റ്റ് എക്സാമിൻ്റെ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് അറിയണം. ഈ ലാസ്റ്റ് എക്സാമിൻ്റെ ട്രെൻഡുകളെയും പറ്റിയും മറ്റും ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ലാസ്റ്റത്തെ ഒരു 4-5 എക്സാംസിൽ എങ്ങനത്തെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ ആ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കാണുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓരോ ഡേയ്സിന് ഇത്ര യൂണിറ്റിന് ഇത്ര ഡേ, ഇന്ന യൂണിറ്റിന് ഇത്ര ഡേ ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. അപ്പോൾ അതിന് ഇത്രയും ഫോക്കസ് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഇമ്പോർട്ടൻസ് കുറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നമ്മൾ വേഗം സ്കിപ്പ് ചെയ്ത് പോകും. ഓക്കെ, ഇമ്പോർട്ടൻസ് കൂടിയ ടോപ്പിക്സ് നമുക്ക് ഒരു ദിവസം ഇരിക്കും. അത് ഫുൾ ടോപ്പിക്ക് പക്കയായിട്ട് നമുക്ക് എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ആക്കിയിട്ട് നമ്മൾ എന്തിലേക്ക് പോവുള്ളൂ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചാണ് നമ്മൾ പോകുന്നത് അല്ലേ. സോ അതാണ് എന്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചാൽ മാത്രം മതിയോ? പഠിച്ചാൽ മാത്രം എല്ലാം കാര്യങ്ങളും നമുക്ക് പക്കയായിട്ട് കിട്ടുമെങ്കിൽ നമ്മൾ എവിടെ എത്തിയാനേ അല്ലേ. പഠിക്കുന്നതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് റിവിഷൻ ചെയ്യണം. അപ്പോൾ റിവിഷൻ അവിടെ അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട് അല്ലേ. സോ നോക്കിയേ, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ഇൻ ഫിക്ഷൻ ഓർ ഇൻ ലൈഫ് ടു റിവൈസ്. ഒരു എഴുത്തുകാരൻ നാൻസി തായർ എന്നൊരു റൈറ്റർ പറഞ്ഞൊരു വാക്കാണ് എന്ത്, പക്കയായിട്ട് ഫിക്ഷനിലായാലും ലൈഫിലായാലും പക്കയായിട്ട് റിവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്, റിവിഷനാണ്. അപ്പോൾ എല്ലാ യൂണിറ്റ് കഴിയുമ്പോഴും അതിൻ്റെ ഒരു പക്ക റിവിഷൻ പ്ലാൻ നമ്മൾ എന്തായാലും ഫിക്സ് ചെയ്യണം. അല്ലാതെ നമുക്ക് പഠിച്ചു പോയാൽ നമുക്ക് എന്ത് പറ്റില്ല, നമുക്ക് അവിടെ ഒരു ഇഷ്യൂ വരും. ഓക്കെ, കാരണം നമുക്ക് എന്താണ് റീകോൾ ചെയ്യാൻ പറ്റില്ല ഒന്നും അല്ലേ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എല്ലാ യൂണിറ്റ് കഴിയുമ്പോഴും അതിൻ്റെതായ റിവിഷൻ വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് പോകണം. കാരണം എത്ര പഠിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചു, സെക്കൻഡ് യൂണിറ്റ് പഠിച്ചു, അങ്ങനെ 6th യൂണിറ്റ് കഴിഞ്ഞിട്ട്
ഫസ്റ്റ് യൂണിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ റിവിഷൻ അവിടെ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ പിന്നെ ഫസ്റ്റ് യൂണിറ്റ് ഒന്നുകൂടി റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവണം അല്ലേ. അപ്പം ആ വേസ്റ്റിംഗ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, സോ ഇനി നമുക്കറിയാം നമുക്ക് പഠിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എവിടെയുണ്ട്, നമ്മുടെ സിലബസിലുണ്ട്. നമ്മൾ അവിടെയൊക്കെ എന്ത് ഉപയോഗിച്ച് പഠിക്കണം, നമ്മൾ കുറേ കോഡ്സ് വെച്ച് പഠിക്കണം. ഓക്കെ, കോഡ്സിനെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സെക്ഷനാണ് നമ്മുടെ മാത്സ്. ഓക്കെ, കാരണം നമ്മളൊരു കോഡ് ഉണ്ടാക്കുകയാണെന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാകും, നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, പിന്നെന്താണ് നമ്മുടെ മെമ്മറി എൻഹാൻസ് ചെയ്യുകയും നമുക്ക് അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കോഡ് വെച്ച് പഠിക്കുന്നതിൻ്റെ മെയിൻ കാര്യം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് നമ്മുടെ ട്രിഗ്നോമെട്രിയിലെ ക്വാഡ്രന്റുകളെ പറ്റിയാണ് പഠിക്കുന്നത് വിചാരിക്കാം. ASTC എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവാണ്, രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവാണ്, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവാണ്, നാലാമത്തെ ക്വാഡ്രന്റിൽ കോസ് ആണ് പോസിറ്റീവ്. ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ നമുക്കവിടെ ഫുള്ളും കൺഫ്യൂഷൻ ആകും അല്ലേ. നമ്മളപ്പോൾ എന്താണ്, നമ്മളവിടെ ഒരു കോഡ് ഉപയോഗിക്കും. ആ കോഡ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 4 ക്വാഡ്രന്റ് വരച്ചു, ASTC. എല്ലാവരും സ്കൂളിൽ പഠിച്ച കോഡ് എന്താണ്, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നാണ് അല്ലേ. പക്ഷെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച സാറിൻ്റെ തല കഷണ്ടി ആയിരുന്നു. അപ്പം ഞാൻ എന്ത് പഠിച്ചു, ആ സാറിൻ്റെ തല കഷണ്ടി. അപ്പം എന്താണ്, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്, ഇപ്പം എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു എന്ത്, ഈ കോഡ്. അപ്പോൾ ഈ കോഡ് പിടിച്ചപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ആ കോഡ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ആ കോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത കോഡായ കാരണം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. ഇനി ഫോർ എക്സാമ്പിൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, വെർട്ടിക്കൽ ഹൊറിസോണ്ടലിലേക്ക് പണ്ട് മാറിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വെർട്ടിക്കലിൻ്റെ V താഴോട്ടാണ്, അപ്പോൾ വെർട്ടിക്കൽ താഴോട്ടാണെന്ന് പഠിച്ചുകൊണ്ടിരുന്നതാണ്. വെർട്ടിക്കൽ എന്ന് എഴുതുമ്പോൾ V കാണിക്കുന്നത് താഴത്തോട്ടാണ്, അപ്പോൾ വെർട്ടിക്കൽ താഴത്തോട്ടാണ് എന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു ട്രിക്കാണ്. സോ ഇങ്ങനെ ഓരോരുത്തർക്കും പഠിക്കാനായി ഓരോരോ ട്രിക്ക് ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ ട്രിക്ക് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി എന്താണ്, നമ്മൾ സെറ്റ് എക്സാമിന് മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് അത്ര ഇമ്പോർട്ടൻസ് പൊതുവേ കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ്? മെയിൻ ഫസ്റ്റ് കാര്യം എന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ക്വാളിഫയിങ് എക്സാം. ഈ എക്സാം ക്ലിയർ ആയി അപ്പം തന്നെ നമുക്കൊരു ജോലി കിട്ടുമോ? ഇല്ല. നമുക്ക് അത് കഴിഞ്ഞ് മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എഴുതാൻ വേണ്ടിയുള്ള ക്വാളിഫയിങ് എക്സാം മാത്രമാണ് എന്ത്, സെറ്റ്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കുറയ്ക്കും. പിന്നെന്താണ്, ഐ ക്യാൻ റൈറ്റ് എനി ടൈം എവറി ടൈം. എന്താണ്, എനിക്ക് എന്ന് വേണേലും എഴുതാം, എപ്പോൾ വേണമെങ്കിലും എഴുതാം, എത്ര തവണ വേണമെങ്കിലും എഴുതാം എന്നൊരു ക്രൈറ്റീരിയ എവിടെ വരുന്നുണ്ട്, നമ്മുടെ സെറ്റ് എക്സാമിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാരണം ഒരുപാട് പേർ, എസ്പെഷ്യലി പുതിയ ആൾക്കാർ, ഇപ്പോൾ ചെറിയ സ്റ്റുഡൻസ് ആയിരിക്കും, ഇപ്പോൾ ജസ്റ്റ് B.Ed കഴിഞ്ഞിറങ്ങിയവരായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്കിനി എത്ര ടൈം വേണം എഴുതാമല്ലോ, നമുക്ക് എഴുതാം, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഫസ്റ്റ് ചുമ്മാ എഴുതി നോക്കാം എന്ത് രീതിയിൽ എഴുതുന്നവരുണ്ട്. എന്താണ്, ചുമ്മാ എക്സാമിൻ്റെ പാറ്റേൺ അറിയാൻ വേണ്ടി ഞാൻ എഴുതിയതാണ് സാറേ എന്ന് പറഞ്ഞ ഒരുപാട് പേര് എൻ്റെ അടുത്ത് എനിക്കറിയാം. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ പറയുന്നുമുണ്ട്. ബട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് പറയുന്ന കാര്യം എന്താണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. ഓക്കെ, ഒരിക്കലും സെക്കൻഡ് അറ്റംപ്റ്റിലോ തേർഡ് അറ്റംപ്റ്റിലോ ക്ലിയർ ചെയ്യുന്നത് മോശമാണെന്നല്ല പറഞ്ഞത്. ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഓക്കെ, കാരണം നമുക്ക് അത്രയും ടൈം നമ്മൾ ലാഭിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സെറ്റ് ക്ലിയർ ചെയ്തു, നമുക്ക് എന്താണ്, നമുക്കൊരു അഡ്വാൻറ്റേജ് അവിടെ എന്താണ്, ബാക്കിയുള്ളവർ വർഷങ്ങളായിട്ട് എഴുതിയിട്ടും കിട്ടാത്ത സാധനം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യുന്നു, നമുക്കൊരു അഡ്വാൻറ്റേജ്, നമുക്കൊരു സന്തോഷം നമുക്കവിടെ കിട്ടാണ്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ മാക്സിമം സെറ്റ് ക്ലിയർ ചെയ്യാൻ നോക്കുക ഫോർ B.Ed സ്റ്റുഡൻസ്. ഓക്കെ, B.Ed കഴിഞ്ഞിറങ്ങിയ ആൾക്കാർ എന്താണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സെറ്റ് ക്ലിയർ ചെയ്യുക, ഒരിക്കലും അടുത്തൊരു അറ്റംപ്റ്റിലേക്ക് മാറ്റി വെക്കാതിരിക്കുക. എത്ര തവണ എഴുതാം, കറക്റ്റാണ്, ഏത് പ്രായത്തിലും എഴുതാം, കറക്റ്റാണ്. ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇസ് ദ ബെസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇസ് ദ ബെസ്റ്റ് അറ്റംപ്റ്റ്. നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ഓക്കെ, സെക്കൻഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റ് അഡ്വാൻറ്റേജ് ഇല്ല എന്നല്ല, ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് ഡു മാറ്റർ. ഓക്കെ, സോ ഇനി എന്താണ്, ഇത്തരത്തിലുള്ള ഈ മടികളെ ഓവർകം ചെയ്യാൻ മെയിൻ 2 കാര്യങ്ങൾ പറയാൻ പോണ്. സെറ്റ് ബിഫോർ ദ നെക്സ്റ്റ് HSST. അപ്പോൾ അടുത്തൊരു HSST വിളിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ഒരു സെറ്റാണ് നമ്മൾ വരാൻ പോകുന്നത്. ഓക്കെ, ആ സെറ്റ് എക്സാം പക്കയായിട്ട് പഠിച്ചെഴുതിയാൽ നമുക്ക് അത്രയും അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അപ്പോൾ അടുത്ത HSSTക്ക് മുമ്പ് ഒരു സെറ്റ് എക്സാം ഒന്ന് ക്ലിയർ ചെയ്ത് അപ്പം തന്നെ HSST വിളിച്ചു, നമ്മൾ HSST എഴുതുന്നു.
ഒരു ഹയർ സെക്കൻഡറി ഡിവിഷനിലേക്ക് കിട്ടുന്നു, വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ കിട്ടി, നല്ല കാര്യമല്ലേ? അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ പിന്നെന്താണ്, മേക്ക് ഇറ്റ് പോസിബിൾ ബിഫോർ ലൂസിങ് ടച്ച്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യണത് എന്താണെന്നറിയോ? നമ്മുടെ ഒരു ടച്ച് വിട്ടുപോയി എന്ന് പറയാം, മാത്സിൻ്റെ ടച്ച് വിട്ടുപോയി സാറേ, ഇനി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല മാത്സ് എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എന്താണ് അവിടെ മെയിൻ കാരണം? ഒരു കരിയർ ബ്രേക്കാണ്. ആ കരിയർ ബ്രേക്ക് കാരണം സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ആ കരിയർ ബ്രേക്ക് വരുന്നതിന് മുമ്പ് മാക്സിമം സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ലാഗായാൽ നമുക്കത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ആ ടച്ച് വിട്ടുപോയി നമുക്ക് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓക്കെ, ആ പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സെറ്റ് എക്സാം വരുന്നുണ്ട്, എന്താണ് ഓഗസ്റ്റ് 24-നാണ്. അപ്പോൾ നന്നായി പഠിച്ച് പക്കയായിട്ട് എഴുതിയാൽ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ. താങ്ക് യു.